ഹലോ ഗായ്സ്, ഐ ആം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വേറെ ഒന്നുമല്ല, ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. നമ്മൾ ഉലുവ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻഗ്രീഡിയൻറ്റ് 2 യൂസ്, അതായത് ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണിത്. ഉലുവ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളിത് ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ എക്സ്റ്റേണലായിട്ട് കഴിക്കുന്നതിൽ എക്സ്റ്റേണലായിട്ട് നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ ഇതുപോലെ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്ത് വെക്കുക. കണ്ടില്ലേ, ഇത്ര മാത്രം ഉലുവയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അതിലേക്ക് ഇനി ഇത് കുതിർന്ന് നിൽക്കാൻ ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് പൊങ്ങിക്കിടന്നാൽ മതി. ഉലുവേൻ്റെ മേലെ ഒന്ന് പൊങ്ങിക്കിടന്നാൽ മതി ഇതുപോലെ വെള്ളം, അത്ര മാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് ഇതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ കുതിരാൻ വെക്കുക. നമ്മൾ 5 മണിക്കൂർ കുതിർത്ത് വെച്ച ഉലുവയിൽ നിന്ന് അതിൻ്റെ വെള്ളം മാത്രം അരിച്ചെടുത്ത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലത്. അതിനുശേഷം നമ്മൾ ഹെയർ ഇതുപോലെ ചെറിയ സെക്ഷൻസ് എടുത്ത് സ്കാൾപ്പിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഹെയറിലോട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല, സ്കാൾപ്പിൽ മാത്രം ചെയ്താൽ മതി. ഹെയറിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ഡ്രൈ ആക്കുന്നതാണ്. ഹെയറിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് ഹെയർ. അതുകൊണ്ട് സ്കാൾപ്പിൽ മാത്രം ഇതുപോലെ ഓരോ സെക്ഷൻസും എടുത്ത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഒരു കോട്ടൺ എടുക്കുക, അത് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സെക്ഷൻസ് എടുത്ത് ആ കോട്ടൺ വെച്ച് സ്കാൾപ്പിൽ എല്ലാവരും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഒരു 2 മിനിറ്റ് കൈ കൊണ്ടൊന്ന് മസാജ് കൊടുക്കുക. സ്കാൾപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തത് ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കുക. ശേഷം നമ്മൾ ഹെയർ നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക. അതിനുശേഷം ഒരു 20 to 30 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ ഇതങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സിന് ശേഷം ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഷാംപൂസ് ഒന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ എങ്ങനെയുണ്ട്, സിമ്പിളല്ലേ? സിമ്പിളാണെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമം 45 ഡേയ്സ് എങ്കിലും നമ്മളിത് യൂസ് ചെയ്യണം. മിനിമമാണ് പറയുന്നത്. ഒരു 45 to നമ്മളൊരു 2 month 3 month ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുള്ളൂ. ന്യൂ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എഫക്റ്റീവാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.